സിന്ദൂരരേഖ ഭാഗം 63. എങ്കിലും അധികം നേരം ഇനിയും അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നാൽ ചിലപ്പോൾ അവൻ ഇങ്ങോട്ട് വരും. അതിലും നല്ലത് അങ്ങോട്ട് പോകുന്നത് തന്നെയാണ് എന്ന് കരുതി അമ്മാൾ മുറിയിലേക്ക് നടന്നു. നോക്കുമ്പോൾ ആൾ കട്ടിലിൻ്റെ വിരിയൊക്കെ വൃത്തിയാക്കുകയാണ്. ഒന്നും അറിയാത്തതുപോലെ മുറിയിലേക്ക് കയറി ചെന്ന് അവൾ ബാത്റൂമിൽ പോയൊന്ന് ഫ്രഷായി വന്നു. ഉറക്കം വരുന്നുണ്ടോ നിനക്ക്? അവൻ കിടക്ക വിരിക്കുന്ന സമയം അത് നോക്കി നിന്ന് കോട്ടുവാ വിടുന്ന അവളോടായിട്ട് അവൻ ചോദിച്ചതും മുഖത്ത് നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് അവൾ അതേന്ന രീതിയിൽ ക്ഷീണത്തോടെ തലയാട്ടി. കിടന്നോ? തലേണ എടുത്ത് വെച്ച് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും അമ്മാളും അതിലേക്ക് കിടന്നു. നിന്റെ ഉറക്കം ഞാൻ ശരിയാക്കി തരാം. മനു മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഓണാക്കി അവളുടെ അടുത്തേക്ക് കിടന്നു. അമ്മാൾ കിടന്നപ്പോൾ തന്നെ കണ്ണടച്ച് പതിയെ ഉറക്കത്തിലേക്ക് പോകാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അതേസമയം പെട്ടെന്ന് തൻ്റെ ഇടുപ്പിലായിട്ട് അറിയുന്ന അവൻ്റെ കൈകളുടെ സ്പർശനത്തിൽ ഞെട്ടിത്തരിച്ചതുപോലെ അമ്മാൾ കണ്ണു തുറന്നു. മനുവെ! അവൾ അവനെ വിളിക്കാൻ ഒരുങ്ങുന്നതിന് മുൻപ് തന്നെ അവൻ അവളെ വലിച്ച് അവൻ്റെ അടുത്തേക്ക് ചേർത്ത് കിടത്തി. അവൻ അവളുടെ മുകളിലായിട്ട് വന്ന് കൈകുത്തി നിന്നു. മുറിയിലാകെയുള്ള നേരിയ ഡിംലൈറ്റ് വെളിച്ചത്തിൽ അവൾക്ക് അവനെ നന്നായി തന്നെ കാണാനാവുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ തൻ്റെ കണ്ണുകളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നത് അവൾക്ക് മനസ്സിലായി. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ താൻ മാത്രം നിറഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ടോ അത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമാണ് തോന്നിയത്. എങ്കിലും അത് കണ്ണുനീരായിട്ടാണ് പുറത്തേക്ക് വന്നത്. ഇത്രയും നാളും ഒരുപക്ഷെ അവൻ തന്നെ കളിപ്പിക്കുകയാണോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇല്ല. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കിടന്നു. കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർ കാഴ്ചയെ മറച്ചു. അവളുടെ കണ്ണുകൾ ഇപ്പോൾ നിറഞ്ഞു വന്നതും ആ കണ്ണുനീർ എന്തിനു വേണ്ടിയാണ് എന്നും മനസ്സിലാക്കാൻ അവൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടതും അവനും ആകെ വിഷമായി. ഒരു നിമിഷം താൻ കാരണമാണോ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞത് എന്ന് ചിന്തിച്ചു പോയി അവൻ. അവനൊന്ന് നോക്കിക്കൊണ്ട് അവൻ അവളുടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളിൽ ഒന്ന് ചുണ്ടമർത്തി. അമ്മു! അവൻ അവളെ അരുമയായി വിളിച്ചു. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് അവളുടെ അരികിലേക്ക് കിടന്നു. ഇന്ന് ഞാൻ മനഃപൂർവ്വം അല്ല അങ്ങനൊക്കെ. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ പറഞ്ഞതും അമ്മാൾ മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അല്ല, വൈകിട്ട് മഴ. അവൻ പറയുന്നത് കേട്ടപ്പോൾ തന്നെ അവളുടെ മുഖം ഒന്ന് ചുവന്നു. മനു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. ആ ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ അവളുടെ മുഖത്ത് ഒരുപാട് ഭാവങ്ങൾ മിന്നിമാഞ്ഞു പോകുന്നുണ്ട് എന്ന് തോന്നിപ്പോയി അവന്. അമ്മു! തൻ്റെ മുഖത്ത് നോക്കാതെ കിടക്കുന്നവളെ അവൻ വിളിച്ചു. അത് കേട്ടതും എന്താണെന്ന രീതിയിൽ അവൾ അവനെ നോക്കി. എനിക്കൊരു ഉമ്മതാ. പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞതും അമ്മാളും ഒന്ന് ഞെട്ടി. എങ്കിലും അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് വാത്സല്യമാണ് തോന്നിയത്. മടിയൊന്നും കൂടാതെ അവൻ്റെ നെറ്റിയിൽ അവൾ അമർത്തി ചുംബിച്ചു. നാളെ നമ്മൾ തറവാട്ടിൽ പോകുമ്പോൾ അവിടെയുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ വെറുതെ നോക്കി നിൽക്കരുത്. നിന്നെ എന്ത് പറഞ്ഞാലും ഞാൻ ചോദിക്കാൻ വരില്ല. തനിയെ അത് തീർപ്പാക്കണം. എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞാൽ മതി. കുറച്ചു കഴിഞ്ഞ് ഗൗരവത്തിലും മനു പറഞ്ഞതും അമ്മാളും അവനെ ഒന്ന് നോക്കി. ശേഷം ശരിയെന്ന രീതിയിലൊന്ന് അമർത്തി മൂളി. ഇനി ഉറങ്ങിക്കോ. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് ആദ്യമായി അമ്മാളു അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് സ്വസ്ഥായി സന്തോഷമായിട്ട് സമാധാനമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും ബാഗൊക്കെ ആയിട്ടാണ് അമ്പലത്തിലേക്ക് പോയത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ തറവാട്ടിലേക്ക് പോകാം എന്നാണ് കരുതിയിരിക്കുന്നത്. വീടൊക്കെ പൂട്ടി എല്ലാവരും കൂടി നേരത്തെ അമ്പലത്തിലേക്ക് തിരിച്ചു. അവിടെ എത്തി പ്രാർത്ഥനകളും പൂജകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മാവൻ മനുവിൻ്റെയും ഉണ്ണിയുടെയും അടുത്തേക്കെത്തി. മക്കളെല്ലാവരും വന്നല്ലോ. ഇന്നലെ പറഞ്ഞപ്പോഴും ഞാൻ കരുതിയില്ല നിങ്ങൾ വരുമെന്ന്. അമ്മാവൻ പറഞ്ഞതും അതിന് മനു ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി ഇവിടെ നിന്നധികം താമസിക്കണ്ട. തറവാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും വേഗം അങ്ങോട്ട് വാ. അയ്യോ, ഞാൻ കയറുന്നില്ല അമ്മാവ. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള നേരമായി. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്നാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത്. അമ്മാവൻ വിളിച്ചപ്പോൾ തന്നെ ഉണ്ണി അത് പറ്റാത്തത് കൊണ്ട് അത് തുറന്നു പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞതും അമ്മാവൻ അത് തലയാട്ടി സമ്മതിച്ചു. അങ്ങനെ ഉണ്ണിയും മനുവും അമ്മാളും കൂടി ഒരു വണ്ടിയിൽ തറവാട്ടിലേക്ക് പോയി. ഉണ്ണിയുടെ ലഗേജ് കൂടി മനുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. കാരണം ഇന്ന് പതിവിലും അവനൊന്ന് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. മനു ഉണ്ണിയും ഒക്കെ അമ്മാവനൊക്കെ തറവാട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. ഒരു തരത്തിൽ നോക്കിയാൽ മനഃപൂർവ്വം വൈകി വന്നത് തന്നെയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ അമ്മാവനാണ് അവരെ വരവേൽക്കാനായിട്ട് മുന്നിൽ തന്നെ നിന്നിരുന്നത്. രണ്ടമ്മാവന്മാരും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് അത്ര തെളിച്ചമുള്ള പുഞ്ചിരി അല്ലെങ്കിലും ഒരു പുഞ്ചിരിയുണ്ട്. ആദിത്യ മര്യാദയാവാം എന്ന് മനു ഊഹിച്ചു. മനു അമ്മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ മുഖത്താകെ നിറഞ്ഞു നിൽക്കുന്നത് പരിഭ്രമമാണ്. അത് കണ്ടതും മനു തൻ്റെ വലത് കൈ അവളുടെ ഇടത് കൈയിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ തൻ്റെ കൈയിലേക്ക് കൈ ചേർത്ത് പിടിച്ചതും അമ്മാളു അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി.
അവളുടെ ആകുലതയോടെയുള്ള മുഖം കണ്ടതും അവൻ ഒന്നുമില്ല എന്ന രീതിയിൽ അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. മനു അവളെ നോക്കി പുഞ്ചിരിച്ചതും ആ പുഞ്ചിരി അവളുടെ ചുണ്ടുകളിലേക്കും പകർന്നിരുന്നു. ആദ്യമായിട്ട് വരുന്നതല്ലേ, ആരതി ഒഴിഞ്ഞിട്ട് കയറാം. അമ്മാളുവും മനുവും തറവാട്ടിലേക്ക് കയറാനായി കാലെടുത്ത് കുത്താൻ പോയപ്പോൾ തന്നെ വലിയമ്മാവൻ്റെ ഭാര്യ ഒരു ആരതിയുമായി വന്നു. അവൻ അമ്മാളുവിനെ ഒന്ന് നോക്കി. ശേഷം അവളുടെ കയ്യിലേക്ക് കൈകോർത്ത് പിടിച്ചു. അമ്മായി ആരതിയൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞ് എല്ലാവരും ചേർന്ന് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുമ്പോഴും ആരും അമ്മാളുവിനെ അധികം ശ്രദ്ധിക്കുന്നില്ല. അത് മനുവും ശ്രദ്ധിച്ചിരുന്നു. എല്ലാവരും മനുവിനോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ അവളോട് ആരും സംസാരിക്കുന്നില്ല. അമ്മാള് പിന്നെ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിലാണ് ഇരിപ്പ്. അപ്പോൾ ഇവിടെയുള്ള വീടിപ്പോൾ പൂട്ടിയിട്ടിട്ടാണോ വന്നത്? കൃഷ്ണനമ്മാവൻ ചോദിച്ചതും മനു അയാളെ ഒന്ന് നോക്കി. ആ, അവിടെ പിന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ, ഞാൻ കണ്ടിട്ടുണ്ട്. വീടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം ഞാനുള്ളപ്പോൾ അങ്ങോട്ട് വാ, അയാളോട് മനു പറഞ്ഞു. ഉള്ളിലിപ്പോഴും അച്ഛനോട് ചെയ്തതും അച്ഛനെ പറഞ്ഞതുമായ കാര്യങ്ങൾ ഒരു കരടായി കിടക്കുന്നുണ്ട്. എങ്കിലും അവനത് പുറമേ പ്രകടിപ്പിച്ചില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊരു ചിന്തയായിരുന്നു അവന്. അവരോട് കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞ് മനുവും അമ്മാളുവും അവർക്ക് കൊടുത്ത മുറിയിലേക്ക് പോയി. മുറിക്കകത്തേക്ക് കയറിയിട്ടും അമ്മാളും അവനോടൊന്നും മിണ്ടുന്നില്ല. ബാഗിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു അന്നേരം അത്രയും അവള്. അമ്മോ, അവൻ വിളിച്ചിട്ടും അവളിൽ നിന്ന് പ്രതികരണമൊന്നുമില്ല. അത് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് വന്നു. കട്ടിലിലെ ബാഗ് വെച്ച് അതിൽ നിന്ന് ഡ്രസ്സ് എടുക്കുകയാണ് അവള്. അവനെതിരായി തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവളുടെ മുഖം അവന് കാണാനാവുന്നില്ല. കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ അവളെ നോക്കിയപ്പോൾ അവളുടെ മുഖം വീർത്തിരിക്കുന്നുണ്ട്. സോ ഹോട്ട്, അവളെ നോക്കി അവൻ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അന്നേരം അവൻ കുസൃതിയോടെ അപ്പോഴും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കാര്യം പറയാമോ, എന്തിനാ ഈ ദേഷ്യം പിടിച്ചിരിക്കുന്നത്? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. ഓ, അതിപ്പോൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അവൾ പറഞ്ഞതും അവനും തിരികെ പറഞ്ഞു. അമ്മാളു അവനെ ഒന്ന് നോക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മനുവേട്ടാ, എന്നെ എൻ്റെ വീട്ടിലേക്ക് ആക്കിയേക്കെന്ന്. എനിക്കിവിടെ പറ്റില്ല. അത് പറഞ്ഞ് അവൾ കട്ടിലിലേക്കിരുന്നു. അവളുടെ മുഖം ദയനീയമായിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ എഴുന്നേറ്റ് കട്ടിലിരിക്കുന്ന അവളുടെ അടുത്തേക്ക് വന്ന് നിന്നു. ഞാനില്ലേ കൂടെ? അവളുടെ മുഖം അവൻ കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവൻ അങ്ങനെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരികയാണ് ചെയ്തത്. മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നു. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ തന്നെ ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ ഉള്ളിലൂടെ കഴിഞ്ഞുപോയ 10 വർഷങ്ങളാണ് കടന്നു പോയത്. അതോർത്തപ്പോൾ തന്നെ അവളുടെ മിഴികൾ നിറഞ്ഞു വന്നു. കൂടാതെ അവനിപ്പോൾ പറഞ്ഞ വാക്ക് താൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചതാണ്. ഒരിക്കലും ഉണ്ടാകില്ലെന്ന് കരുതിയ സംഭവം. പക്ഷേ ഇതൊക്കെ സ്വപ്നം പോലെ തോന്നുന്നു, ഒന്നും വിശ്വസിക്കാനാവാത്തതുപോലെ. അമ്മാളുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു വരുന്നത് കണ്ടതും മനു ആകെ വല്ലാതെയായി. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് മനുവേട്ടാ. ആദ്യമായിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അവൾ അവളുടെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞു. പെട്ടെന്നങ്ങനെ പ്രതീക്ഷിക്കാതെ അവൾ അങ്ങനെ പറഞ്ഞതും മനുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അമ്മാളു അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവളുടെ മുഖം അവൻ്റെ വയറിൽ അമർന്നു നിന്നു. അമ്മോ, ശരിയാ, മനുവേട്ടനുണ്ടല്ലോ എൻ്റെ കൂടെ, അത് മതി എനിക്ക്. അങ്ങനെ തന്നെ അവൾ മുഖം ഉയർത്തി അവനെ നോക്കി. അവനും അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പോകാം അമ്മു. അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. വേണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്കിവിടെ തന്നെ നിൽക്കാം. അമ്മാള് പറഞ്ഞതും മനു അവളെ ഒന്ന് തലയിലൂടെ തലോടി സമാധാനിപ്പിച്ചു. എങ്കിലും എത്രയൊക്കെ പറഞ്ഞാലും ചുറ്റും ആളുകൾ കൂടി നിൽക്കുമ്പോൾ അവരിൽ ആരും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവഗണിക്കുന്നത് അല്പം മോശം തന്നെയാണ്. അമ്മാളുവിനെ സമാധാനിപ്പിച്ചുവെങ്കിലും ഈ കാര്യം ചോദിക്കണമെന്ന് തന്നെ അവൻ മനസ്സിൽ കരുതി. അമ്മാളു ഉറക്കം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മയുടെ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അമ്മ മുറിയിൽ എന്തോ ബുക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുറിയിലേക്ക് കയറി അവൻ അമ്മയെ വിളിച്ചു. അമ്മ. ബുക്കിൽ നിന്ന് മുഖമുയർത്തി അമ്മ അവനെ നോക്കി. അമ്മാളും എവിടെ? അവനെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ തന്നെ അമ്മ അവളെയാണ് അന്വേഷിച്ചത്. തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് കിടന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ? ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചതാണ്. ഇനി എന്തായാലും അവൾ ഉണരട്ടെ. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാട്ടോ. ബൈ.